അളിയാ എന്താ അളിയാ? നിനക്ക് സാലറി കിട്ടിയോ? സാലറി ഒക്കെ കഴിഞ്ഞടാ. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് 2000 രൂപ വേണം, എന്നെ സഹായിക്കാമോ? എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനതൊരു അത്യാവശ്യത്തിന് വെച്ചേക്കും. അത് നിനക്ക് എന്നത്തൊക്കെ വേണ്ടേ? 4 ദിവസം കഴിഞ്ഞാൽ ലോണിൻ്റെ പൈസ ബാങ്കിലിടണം. അതിനുവേണ്ടി മാറ്റി വെച്ച പൈസയാണ്. 4 ദിവസമല്ലേ, നിനക്ക് 3 അങ്ങ് തന്നേക്കാം, പോരെ? മതി, പക്ഷേ അളിയാ തരണേ, അല്ലെങ്കിൽ പിന്നെ ഇരട്ടി പൈസ അടയ്ക്കേണ്ടി വരും. അതിന് ഞാൻ തന്നെ കിടന്ന് ഓടണം. അതൊക്കെ തരാളിയേ. കിട്ടിയടാ, അപ്പോൾ ശരി, താങ്ക്സ്. അളിയാ, വൈകിട്ട് കുപ്പി ഞാൻ എടുത്തോളാം, ഞാൻ പൈസ കൊടുത്തോളാം, നിന്മാർ ഷെയർ അങ്ങ് തന്നാൽ മതി. അളിയാ, നീ എന്താ ഇവിടെ? ഞാൻ ജിമ്മ ഇറങ്ങിയാടാ. അളിയാ, കാശിൻ്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ? കാശല്ലടാ, തരാം. ഫ്രീ ഡെലിവറി ആയത് കാര്യമായി. എന്തായാലും 1500 രൂപയ്ക്ക് നഷ്ടമില്ല. അളിയാ, എന്തുണ്ട് വിശേഷം? നീ പൈസ ഇന്ന് തരാന്നല്ലേ പറഞ്ഞത്? ഇന്നെങ്കിലും പൈസ ഇട്ടാലേ. അളിയാ, ഇന്നെനിക്ക് ഒപ്പിക്കാൻ പറ്റില്ലടാ. അളിയാ, നിനക്ക് നാളെയല്ലേ പൈസ വേണ്ടേ? നിനക്ക് നാളെ വൈകിട്ട് സെറ്റാക്കി തരാം. ഇപ്പം നീ പോയിക്കോ. ഹലോ അളിയാ, നീ ചോദിച്ച പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് റാ. അങ്ങനെ ഈ മാസത്തെ പൈസ അടങ്ങി കിട്ടി. ഇനി മറ്റവനോട് പൈസ പതുക്കെ മതിയെന്ന് പറയാം. അളിയാ, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഇതാ എൻ്റെ പൈസ. ഈ 2000 പേരിൽ നീ എന്നെ കിടന്ന് ശല്യം ചെയ്യുന്നേ. ഇതോടെ ഇരുന്ന് നമ്മൾ എല്ലാ കടവും കേട്ടല്ലോ. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഉറ്റ സുഹൃത്തുക്കൾക്ക് എന്തുകൊണ്ടാണ് ആരും ക്യാഷ് കടം കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി.